ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഏരിയകളിൽ ഷോപ്പുകളിലാണെങ്കിലും നമുക്ക് ഏത് മോഡലിൽ സീലിംഗ് ചെയ്യണമെന്നൊരു ഡൗട്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു സീലിംഗ് ചെയ്ത് അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങൾ ലൈറ്റ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുക. ഇത് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയ ആണ് വരുന്നത്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാനൽ ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റാണ് വരുന്നത്. അത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ വാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന പാനൽ ലൈറ്റ്സുകളെല്ലാം തന്നെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാം വൈറ്റ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യമായിരിക്കും. കാരണം വാം വൈറ്റ്സ് എപ്പോഴും സീലിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ലുക്ക് വരും. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന പെയിൻറ്റുകളെല്ലാം ഒരു നോർമൽ ടൈപ്പുള്ള കളറുകളാണെങ്കിൽ ആ വാം വൈറ്റ് ഇടുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യുന്നതായിരിക്കും. മറ്റ് കളറിനെ അപേക്ഷിച്ച് വാം വൈറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ വൈറ്റ് പാനൽ ലൈറ്റ്സുകൾ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ട്യൂബ് ലൈറ്റ്സുകൾ ഒഴിവാക്കാൻ നമുക്ക് പാനൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഏരിയകളിൽ നല്ല വെളിച്ചവും കിട്ടുന്നതിനും നല്ല ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ നിങ്ങൾ ഈ കാണുന്ന ഫാനുകളെല്ലാം തന്നെ BLDC ഫാനുകളാണ്. BLDC ഫാനുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ നോർമൽ ഫാനിനെ അപേക്ഷിച്ച് പകുതി വാട്ട്സ് മാത്രമേ വരുന്നുള്ളൂ. അതായത് നോർമൽ ഫാൻ വരുന്നത് ഏകദേശം 65 വാട്ട്സ് 70 വാട്ട്സ് വരുന്നുണ്ട്. ഇത് ഏകദേശം 28 തൊട്ട് 32 വാട്ട്സ് വരെ മാക്സിമം വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ പണ്ടത്തെ ഫാൻ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമുക്ക് 2 ഫാൻ അതേ കറണ്ട് കാശിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത്രയും ബെനിഫിറ്റ്സാണ് DC ഫാൻസാണ്. ഇത് കിച്ചൻ്റെ ഏരിയയാണ്. കിച്ചൻ്റെ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഏരിയയാണ് കണ്ടത്. പിന്നെ അടുത്ത ഏരിയ ഇത് ഓൾറെഡി നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയകളിലേക്ക് പോകുന്നത്. പിന്നെ വരുന്നത് ലിവിങ്ങിൻ്റെ സെക്ഷനാണ്. ലിവിങ്ങിൻ്റെ സെക്ഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇത് അതുപോലെ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റും പാനൽ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ട്യൂബ് ലൈറ്റ്സ് മാക്സിമം ഒഴിവാക്കി അതുപോലെ തന്നെ മറ്റ് ലൈറ്റ്സുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന ലിവിങ് ഏരിയ ഇതും അതുപോലെ തന്നെ ഓറിയൻ്റൽ ഫാനിൻ്റെ BLDC ഫാനാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി കോസ്റ്റ്ലി ഫാനാണ്. ഈ ഫാനിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് സാധാരണ BLDC ഫാനുകളെല്ലാം വരുന്ന സമയത്ത് നമുക്ക് റെഗുലേറ്ററിൽ കൊടുക്കാൻ സാധിക്കില്ല. ഈ ഫാൻ നമുക്ക് റെഗുലേറ്ററിലും കൊടുക്കാം, നമുക്ക് റിമോട്ടിലും ഓപ്പറേറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് ലിവിങ് ഏരിയയിൽ ചെയ്തിരിക്കുന്ന ഒരു വുഡൺ വർക്കാണ്. നല്ല കല്ലുകളെല്ലാം പിടിപ്പിച്ചതിന് ശേഷം നല്ല വുഡൻ സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും വാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിതിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ജനലിൻ്റെ ഫ്രെയിമുകളെല്ലാം തന്നെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വൈറ്റ് ജനലിൻ്റെ ഫ്രെയിമുകളെല്ലാം തന്നെ വൈറ്റും അതുപോലെ അഴികളും വൈറ്റ് കൊടുത്തന്നെ വീടിന് പ്രത്യേക ഒരു ലുക്കാണ്. അതൊരു പ്രൊഫഷണൽ ടച്ച് തന്നെ ഫീൽ ചെയ്യും. അതുമാത്രമല്ല നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനായിട്ടും വൈറ്റ് ഭയങ്കര അട്രാക്ഷനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വുഡൻ്റെ തന്നെ ബാക്ക് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആ സീലിങ്ങിൻ്റെ തന്നെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഏരിയ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു വീടിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ഒരു പ്രൊഫഷണൽ ടച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ലൈറ്റ്സ് കളറുകളാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ വാം വൈറ്റ് ലൈറ്റുകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അകം തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് കളറിനെ അപേക്ഷിച്ച് ലൈറ്റ് കളറുകളാണ് ഏറ്റവും ബെറ്റർ. എന്നും വീടിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് കളറുകൾ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വല്ലാത്തൊരു എഫക്റ്റാണ് ഫീൽ ചെയ്യുന്നത്. ലൈറ്റ് കളറുകളും അതുപോലെ തന്നെ തന്നെ പിന്നെ ജനലിൻ്റെ അഴി ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വല്ലാത്ത രീതിയിലുള്ള പോസിറ്റീവ് എനർജിയാണ് വീടിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.